സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഉറച്ച് ഗതാഗത വകുപ്പ്. സ്ലോട്ട് ലഭിച്ചവർ കൃത്യമായി ടെസ്റ്റിന് ഹാജരാകാൻ ഗതാഗത വകുപ്പ് ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് ചേരുന്നു. സലീം, ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തുടർച്ചയായി മുടങ്ങുന്നു. സ്ലോട്ട് ലഭിച്ചവർക്കും ടെസ്റ്റിൽ പങ്കെടുക്കാനാകുന്നില്ല. ഇന്നലെ നിരവധി പരാതികളാണ് ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ ഗ്രൗണ്ടിന്റെ ലഭ്യത ഒരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ സർക്കാർ നേരിട്ട് ചില നടപടികളെടുത്ത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കാൻ അതിനുള്ള ഉറപ്പ് വരുത്തിയിരിക്കുകയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ക്രിസ്ത്യന, കഴിഞ്ഞ 8 ദിവസമായി സംസ്ഥാനത്തെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിരിക്കുകയാണ്. ഈ സമരം വിവിധ സംഘടനകളുടെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സിന്റേതുൾപ്പെടെയുള്ള സംഘടനകളുടെ സമരം തുടരുകയായിരുന്നു. ഇന്ന് അതിന്റെ 8ാം ദിവസമാണ്. ഇന്ന് 8ാം ദിവസവും അതേ നിലയിൽ തന്നെ സമരം തുടരുമെന്നൊരു സൂചന ലഭിക്കുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി വൈകി ഒരു ഉത്തരവ് ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതിൽ പറയുന്നത് പ്രകാരം ഈ സ്ലോട്ട് കിട്ടിയ മുഴുവൻ പേരും കൃത്യമായി ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകണം, അതിനുള്ള ഉദ്യോഗസ്ഥർ അതിനുള്ള സൗകര്യമൊരുക്കണം, മാത്രമല്ല ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നുകൂടി ഗതാഗത വകുപ്പ് നിലപാടെടുക്കുന്നു. ഇത്രയും വലിയൊരു സമരം നടക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അതിലേക്ക് നിന്ന് പുറകോട്ട് പോകുമോ എന്നുള്ളതായിരുന്നു നോക്കിക്കണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഗതാഗത വകുപ്പ് ഇല്ല എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇന്നലെ രാത്രി എത്തിയിരിക്കുന്ന ഉത്തരവ് മനസ്സിലാക്കുന്നത്. കാരണം അതിനു മുൻപ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നു, അല്പം വർദ്ധിപ്പിച്ചത് 40ലേക്ക് എത്തിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു ഇളവും അനുവദിച്ചിട്ടില്ല. പക്ഷേ ആ ഇളവിന്റെ കൂടി പശ്ചാത്തലത്തിൽ തൽക്കാലം ഈ സമരത്തിൽ നിന്ന് CITU പിന്മാറിയിരുന്നു. പക്ഷേ CITU പിന്മാറിയിരുന്നെങ്കിലും മറ്റ് സംഘടനകളൊന്നും തന്നെ പിന്മാറാൻ തയ്യാറായതുമില്ല, ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നതുമില്ല. ഇതോടുകൂടി ഈ ഉത്തരവ് കൂടി വന്നതോടുകൂടി ഇനി എങ്ങനെയായിരിക്കും ഈ സംഘടനകളുടെ തീരുമാനം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് കാണാൻ കാത്തിരിക്കുന്നത്. ഇന്നും ഈ സമരം തുടരാനുള്ള സാധ്യതയാണ് ഈ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഒരു തരത്തിലും ഒരു ഇളവും അനുവദിക്കാത്ത പശ്ചാത്തലത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നൊരു നിലപാടിൽ സംഘടനകൾ കൂടി തുടരുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ മാസം 13-ന് സെക്രട്ടേറിയറ്റിലേക്ക് ഈ വിഷയം ചൂണ്ടിക്കാണി മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ 23-ാം തീയതി CITU ഗതാഗത മന്ത്രി ചർച്ച ഉണ്ട്. പക്ഷേ ഇതിനിടയിൽ തന്നെ ഇത് നടപ്പിലാക്കണം, ഈ തീരുമാനം നടപ്പിലാക്കണമെന്നൊരു ഉറച്ച ഉത്തരവ് ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ പ്രതിസന്ധി ഉണ്ടാവും. ഈ ഉത്തരവ് നടപ്പാക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതേസമയം ഇത്രയും കാലം ദിവസവും നടത്തിയ സമരം അത് തുടർന്നു പോകാനുള്ള തീരുമാനം സംഘടനകളുടെ കൂടി ഭാഗത്തുനിന്നുണ്ടാകുന്നതോടുകൂടി ഇന്നും വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് സാധ്യതയുള്ളത്. ക്രിസ്റ്റീന, ശരി. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.